ഇത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവാണ് മനുഷ്യാവകാശ കമ്മീഷൻ പാസ്സാക്കിയിരിക്കുന്നത്. ആ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമവിരുദ്ധം എന്ന് പറയുമ്പോൾ ഞാനതിനെ ക്വാളിഫൈ ചെയ്യുന്നു. വളരെ തികച്ചും ഔചിത്യമില്ലാത്ത, നിയമത്തിൽ മാനിക്കപ്പെടേണ്ടതല്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയിൽ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ നാം അത് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വിൽ ഗോ ടു ദാറ്റ്. എന്ന് മാത്രമല്ല, അങ്ങനെ അനൗചിത്യപൂർണമായിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ കോടാലിയാക്കി ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിന് പരോൾ അനുവദിക്കുവാൻ അയാളുടെ മുൻകാല ചെയ്തികൾ, ജയിലിനുള്ളിലും ജയിലിന് പുറത്തും നേരത്തെ പരോൾ അനുവദിക്കപ്പെട്ട സാഹചര്യത്തിലുമൊക്കെ അയാൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കുന്ന അതിന്റെ മൗലികമായിട്ടുള്ള നിയമചിന്ത, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു നിയമചിന്തയെയും നിയമവ്യവസ്ഥയെയും അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇയാളെ ഇപ്പൊ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് പാസാക്കിയ വ്യക്തിയുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവർ മനസ്സിലാക്കേണ്ടത്, ഇരയ്ക്കില്ലാത്ത മനുഷ്യാവകാശം കൊടും കുറ്റവാളിക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരു തരത്തിലും നിയമത്തിൽ അർഹിക്കാത്ത ഒരു ഉത്തരവാണ് പാസാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഉത്തമ വിശ്വാസം നിയമബോധത്തിൽ അധിഷ്ഠിതമായ കേരളത്തിലെ ഭരണഘടനാ കോടതി അതിനകത്ത് ഇടപെടുമെന്നുള്ളത് തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആൾക്കാരെ പൊട്ടന്മാരാക്കുകയാണോ? മനുഷ്യാവകാശ കമ്മീഷന് പരോൾ അനുവദിക്കാനുള്ള ഉത്തരവോ ശുപാർശയോ നൽകുവാൻ കഴിയുന്നതല്ല. അവരങ്ങ് സമ്മതിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, എന്നാൽ പരാതിക്കാരിയുടെ മകന്റെ പരോൾ അപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പരാതിക്കാരി കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായി മേൽപ്രകാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കേണ്ടതാണ് എന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. കൊടിസുനി മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരായോ? അത് ജയിൽ DGP ആണോ തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്? ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യപ്പെടുമെന്ന് പൂർണ്ണമായിട്ടും വ്യക്തതയുള്ള ഒരു ഉത്തരവ്, ഒരു ശുപാർശ പാസാക്കിയതിന്റെ അകത്തെ ഒരു അനൗചിത്യം എത്ര വൈറ്റ് വാഷ് ചെയ്താലും അതിനകത്ത് മാലിന്യം കഴുകിക്കളയാൻ കഴിയുന്നതല്ല. അതെന്താ അവർക്കറിയില്ലേ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിവൈഭവവും നിയമബോധവും കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? തങ്ങളുടെ ഉത്തരവ് ഒരു കോടാലിയാക്കി മാറ്റുമെന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് അവർ എഴുതി? എന്ന് മാത്രമല്ല, മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടെ പരിഗണിക്കണം എന്ന് പറയുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലിന് പരോൾ അനുവദിക്കാൻ കഴിയുന്നത്? സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോ ഈ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു, കമ്മീഷൻ കേസ് ഫയൽ പരിശോധിച്ചു. എന്ത് കേസ് ഫയലാണ് പരിശോധിച്ചിരിക്കുന്നത്? ഇതിനു മുമ്പ് പരോളിൽ ഇറങ്ങി പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഫയൽ പരിശോധിച്ചിരുന്നോ? ജയിലിൽ ഇരുന്നുകൊണ്ട് ജയിൽ അധികൃതരെ സ്വാധീനിച്ചുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് നിയമത്തിൽ കണ്ടെത്തിയതോ അല്ലെങ്കിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളോ ഒക്കെ പരിശോധിച്ചിരുന്നോ? അപ്പൊ ജയിലിൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ക്രിമിനൽ പ്രവർത്തനം നടത്തുവാൻ ത്രാണിയുള്ള ഒരാളാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഇങ്ങനൊരു വ്യക്തിയെ തുറന്നു വിടാൻ ഒരു ഉത്തരവ് പാസാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എന്തൊരു ഒഡാസിറ്റിയാണ് അവർ കാണിച്ചത്? എന്താ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് നേരെ കൊഞ്ഞണം കുത്തുന്ന ഉത്തരവാണ്. SHRC സ്റ്റേറ്റിനെ കേട്ടിരുന്നോ? ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ളത് പരിശോധിച്ചിരുന്നോ? ഇനി ADGP, ജയിൽ DGP, അദ്ദേഹത്തിന്റെ പേരെനിക്ക് അറിയില്ല, സെക്ഷൻ 78 കേരള പ്രിസൺ റൂൾസ് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അവധി ഇളവ് കൊടുക്കുന്നത് വെൽ ബിഹേവ്ഡ് എലിജിബിൾ പ്രിസണേഴ്സ്. വെൽ ബിഹേവ്ഡ്. ഈ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിൽ നിന്ന് ആസൂത്രണം ചെയ്യുന്നു, ജയിലിൽ നിന്നും ഫോൺ സംവിധാനം ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നു എന്ന വ്യക്തി എങ്ങനെ വെൽ ബിഹേവ്ഡ് ആകുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരെ വരെയും പ്രിസൺ അതോറിറ്റി ഈ സെക്ഷൻ 78 ഗവൺമെന്റിന്റെ ഡിസ്ക്രിഷൻ മേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇനി അമ്മയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 79 പ്രകാരം എസ്കോർട്ട് വിസിറ്റ് അനുവദിക്കാം. അസുഖബാധിതയായി കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മയ്ക്ക് ഈ കൺവിക്ട് ചെയ്യപ്പെട്ട പ്രിസണറെ കാണണമെന്നുണ്ടെങ്കിൽ എസ്കോർട്ട് വിസിറ്റ് അനുവദിക്കാം. പോലീസിന്റെ എസ്കോർട്ടോട് കൂടി പോയി അമ്മയെ പോയി കാണാം. 30 ദിവസത്തേക്ക് അഴിച്ചുവിടാനും മാത്രം എന്ത് കാരണമാണ് ഇവിടെ ഉള്ളത്? കേരള പ്രിസൺ റൂൾസിന്റെ 397 ചട്ടം ഓർഡിനറി ലീവ് എന്താണെന്ന്
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് 397 പ്രകാരമുള്ള ഓർഡിനറി ലീവ് അനുവദിക്കുമ്പോ സബ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് നടത്തിയ അയാളുടെ ദുർനടപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബാഡ് ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് പരോളിന് പുറത്തിറങ്ങി അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ദുർനടപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ ഒരു കൺവിക്റ്റ് അബ്സ്കോണ്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല അയാളുടെ റിലീസ് ശാന്തിക്കും സമാധാനത്തിനും ഭംഗം വരുത്തുമെന്ന് വിദൂരമായിട്ടുള്ള സാധ്യത ഉണ്ടായെങ്കിൽ ഇതെല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലൊരു ഉത്തരവ് പാസാക്കാൻ കഴിയൂ. ഇയാൾ എവിടുന്നാണ് ഇങ്ങനെ നിയമം പഠിച്ചത്? നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഇരകൾക്ക് വേണ്ടിയുള്ളതല്ലെന്നും കൊടും കുറ്റവാളികൾക്ക് കൊട പിടിക്കാനുള്ളതാണെന്നും വീണ്ടും തെളിയിക്കുന്ന, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, നിങ്ങളെല്ലാം ശക്തിരഹിതരായിട്ടുള്ള സാധാരണ വോട്ട് ചെയ്യുവാൻ മാത്രം നിയോഗിക്കപ്പെട്ട മെഷീനുകളാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട ഉത്തരവാണിത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ബന്ധപ്പെട്ടവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ഇടപെടാനുള്ള മനസ്സ് കാണിക്കത്തക്ക തരത്തിലുള്ള നിയമരാഹിത്യം ഈ ഉത്തരവിൽ പ്രബലമാണ്. ഇവർക്കൊക്കെ ഉത്തരവ് പാസ്സാക്കിയിട്ട് എങ്ങനെ വൈകിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. DGP പ്രിസൺസ് അല്ലേ, സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിന് പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി വഴിയൊരുക്കി കൈകൊട്ടിപ്പാടി ഇങ്ങനെ അവർക്ക് ഇരിക്കാൻ കഴിയുന്നത്? എന്ത് നിയമവ്യവസ്ഥയാണ് നമ്മുടേത്? ഒരു തരത്തിലും നിയമത്തിൽ നിലനിൽക്കാത്ത തരത്തിൽ 30 ദിവസം പുതിയ കുറ്റങ്ങൾ ചെയ്യുവാൻ വേണ്ടി അയാളെ അനുവദിച്ചുകൊണ്ടാണോ ഈ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ അറിയാതെ ഇതുപോലെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമോ? ഇപ്പോൾ 30 ദിവസത്തെ പരോൾ കൊടുത്തിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് 30 ദിവസം കൊടുത്തിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP നേരിട്ടാണ് പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കുന്നതിന് കുറേ ചട്ടങ്ങളില്ലേ, നിയമങ്ങളില്ലേ? അതൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് തേടിയോ? ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് തേടിയോ? ഇതൊന്നും എടുക്കാതെ എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിക്ക് പരോൾ അനുവദിച്ചത്? ഈ പ്രതിയെ, കൊടിസുനിയെ വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അവിടുത്തെ ജയിൽ വാർഡർമാരെ ക്രൂരമായി മർദ്ദിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ഈ പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ 30 ദിവസത്തേക്ക് വിട്ടയക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് അസാധാരണമാണ്. അതിനകത്ത് എന്ത് ആലോചനയാണ് നടന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ സംശയമുണ്ട്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പോഴും എന്താണ് സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും വെറുതെയാണ് എന്നൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല. അതൊരു അമ്മയുടെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് എന്നും, അമ്മയ്ക്ക് മനുഷ്യാവകാശത്തിന്റെ വില സ്വാഭാവികമായിട്ടും ഒരമ്മയ്ക്ക് മകനെ കാണാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അദ്ദേഹത്തിന് ഉന്നയിക്കാം. അതുപോലെ തന്നെ ഈ മകനും കുറ്റവാളിയാണെങ്കിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും പരോളിന് എല്ലാം അവകാശങ്ങളുണ്ട്. അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അതിനൊക്കെ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. പക്ഷേ TP കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ആ നിയമങ്ങളെല്ലാം അസ്ഥാനത്ത്. ഇവിടെ നിയമം തീരുമാനിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ജയിൽ വകുപ്പ് ഭരിക്കുന്ന ഭരണാധികാരികളാണ്, വകുപ്പ് മേധാവിയാണ്. എങ്ങനെയാണ് ഒരു മേധാവിക്ക് ഡയറക്റ്റ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നത്? വളരെ ദുരൂഹമാണ് ഈ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിശക്തമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഈ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിലിൽ അവിടുന്ന് പരോളിൽ ഇറങ്ങിയ ഒരു പ്രതി ആത്മഹത്യ ചെയ്തിരുന്നു. നമ്മൾ മീഡിയാസൊന്നും നിങ്ങളൊന്നും വാർത്തയാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു വിവരങ്ങൾ, ഒരു വിജീഷ് എന്നോ മറ്റോ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു 2 ആഴ്ച മുന്നെയാണ്. ആ പ്രതി ആത്മഹത്യ ചെയ്തതിൽ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജയിലിലായിരുന്നു. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. ആ TP കേസിലെ പ്രതികളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ കേൾക്കുന്ന മാനസിക ശാരീരികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരാഘാതം
കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളത്. അതിലൊരു ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇത്തരം കുറേ സംഗതികളൊക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. ആര് പരിശോധിക്കുന്നുണ്ട്? ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്നു? എന്താണ് ഇവർക്ക് ഇതിനകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് ജയിലിലെ ഭരണ സംവിധാനങ്ങൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ പോകുന്നത്? ഈ കേസിലല്ലാതെ മറ്റ് പല തരത്തിലും പല അന്തേവാസികളും ഇത്തരം ജയിലുകളിലൊക്കെ ഉണ്ടാകും. അവിടെ കഴിയുന്ന ഈ അന്തേവാസികളുടെയൊക്കെ സുരക്ഷിതത്വവും ഈ പ്രതികളെ പേടിച്ച് അതിനകത്ത് കഴിയേണ്ടി വരുന്നു, അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ടി വരുന്നു എന്നൊരവസ്ഥ. ഈ ജയിലുകളിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ വലിയ ഗുരുതരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും അന്വേഷിക്കപ്പെടുന്നുണ്ടോ? ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ? ഈ DGP ഇത്തരം വിഷയങ്ങൾ ഇപ്പം പരോൾ കൊടുക്കാനൊക്കെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താണ് ജയിലിൽ നടക്കുന്ന സ്ഥിതി എന്നൊക്കെ ഞങ്ങളൊക്കെ അറിഞ്ഞിടത്തോളം ഒരുപാട് ആളുകൾ അതിനകത്ത് ചിലപ്പോൾ പരോളിലൊക്കെ ഇറങ്ങി വന്നിട്ട് വളരെ ദയനീയമായിട്ട് നമ്മളെയൊക്കെ വിളിക്കാറുണ്ട്. അവർക്കൊന്നും പറയാൻ പേടിയാണ്. പറഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് ജീവൻ ഉണ്ടാവില്ല. ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അതിലൊക്കെ ഒന്ന് ഇടപെടണം. അവിടെയൊക്കെയുള്ള ഈ മറ്റു ആളുകൾക്ക് അനുഭവിക്കുന്ന ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യനായിട്ട് പോലും അതിനകത്ത് ജീവിക്കാൻ കഴിയാത്ത ഇത്തരം ക്രിമിനലുകളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ അന്തേവാസികൾ മാത്രമല്ല, അതിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അതിനകത്തുള്ള ജീവനക്കാർ, ജയിൽ ജീവനക്കാർ ഇവരെ പേടിച്ച് നിൽക്കുന്ന ജീവനക്കാർ അതിനകത്തുണ്ട്. അവരുടെ ഭരണമാണ് പലയിടത്തും നടക്കുന്നത്. അപ്പോൾ TP കേസിൽ അതെന്തുകൊണ്ട് കിട്ടുന്നു? ഈ പ്രതികൾക്ക് സർക്കാരിൻ്റെ സംരക്ഷണമുണ്ട്, ഈ പ്രതികൾക്ക് CPM-ന്റെ സംരക്ഷണമുണ്ട്, ഉന്നത നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് എന്തുമാകാം എന്ന അവസ്ഥയാണ് ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കേറെ സംഭവം. അതുകൊണ്ട് സുനിക്ക് കിട്ടിയ ഈ പരോൾ തീർച്ചയായിട്ടും നമുക്കൊന്നൊരു അത്ഭുതമില്ല. ഈ പ്രതികളെ ഏത് തരത്തിലും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇല്ലായിരുന്നെങ്കിൽ, ജഡ്ജ്മെന്റ്, ആ കേസ് അപ്പീൽ ഇതിനകത്തൊരു വിധി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങി നടന്നിട്ടുണ്ടാകുമായിരുന്നു. ഒരു സംശയം വേണ്ട. ഈ ഭരണം കഴിയുന്നതിന് മുന്നേ ഈ പ്രതികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് തോന്നലുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പറയാൻ പോകുന്ന സത്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നടത്തും എന്ന് തന്നെ നമുക്ക് കരുതൽ. അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള